അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പള്ളിയാളി വ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു വയനാട്ടുകാരനാണ്. വയനാട്ടിലെ ചെന്നലോട് എന്ന് പറയുന്ന പ്രദേശത്ത്, അതിനടുത്ത് വൈപ്പടി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. വയനാട് പല വിധത്തിൽ വാർത്തകളിൽ നിറയാറുണ്ട്. കുറഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് വയനാട്ടിൽ സംഭവിച്ച ഒരു മഹാ ദുരന്തത്തിൻ്റെ പേരിലാണ് വയനാട് അറിയപ്പെട്ടതെങ്കിൽ ഇന്ന് പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് വയനാട്ടിൽ കടുവ ആക്രമണം, ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയ കടുവ, ആ കടുവ ഒടുവിൽ ചത്ത നിലയിൽ കണ്ടെത്തുന്നു, ഇങ്ങനെ തുടങ്ങിയ വാർത്തകളിലൂടെയാണ് ഇന്ന് വയനാട് ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചൊരു ചെറിയ വീഡിയോ ചെയ്യണമെന്ന് തോന്നുകയാണ്. കാരണം വയനാട്ടുകാരായ ഞങ്ങൾക്കും പലതും പറയാനുണ്ടല്ലോ. ഞാൻ ആദ്യമായി വയനാടിൻ്റെ ഒരു ചിത്രം, വയനാടിൻ്റെ ഒരു മാപ്പ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതെന്തിനാണെന്നുള്ളത് അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് കൊച്ചു വയനാട് എന്ന് പറയുന്ന കേരളത്തിലെ ഒരു ചെറിയ ജില്ലയുടെ മാപ്പ് എന്ന് പറയുന്നത്. മാനന്തവാടിയും സുൽത്താൻ ബത്തേരിയും കൽപ്പറ്റയുമാണ് പ്രധാനപ്പെട്ട നഗരങ്ങൾ എന്ന് പറയാവുന്ന ടൗൺഷിപ്പുകളായി വളർന്നു വരുന്ന സ്ഥലങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ടാണ് വയനാടിൻ്റെ സാംസ്കാരിക പരിസരം ഉള്ളത്. നിങ്ങൾക്കറിയാം, വയനാട് എന്നത് കോഴിക്കോടും അതേപോലെ മലപ്പുറവും കണ്ണൂരുമായിട്ടൊക്കെ ചുരങ്ങൾ പങ്കിടുന്ന, തമിഴ്നാടിൻ്റെ അതിർത്തി പങ്കിടുന്ന, കർണാടകയുടെ അതിർത്തി പങ്കിടുന്ന ഒരു ചെറിയ ജില്ലയാണ് വയനാട് ജില്ല എന്ന് പറയുന്നത്. ഈ മാപ്പിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് മുതുമല ടൈഗർ റിസർവ് ഈ വയനാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അതിൻ്റെ അതിർത്തി പ്രദേശത്താണ്. അതേപോലെ ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്, നാഗർഹോൾ ടൈഗർ റിസർവ്, ഇത് മൂന്നും വയനാടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഈ മാപ്പിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ താമരശ്ശേരി, കുറ്റ്യാടി, പേരാമ്പ്ര, ഇരിട്ടി, ആ ഭാഗങ്ങളൊക്കെയാണ് പിന്നീട് വയനാട്ടിലേക്ക് കയറി വരാനുള്ള ഇടങ്ങൾ അല്ലെങ്കിൽ വഴികൾ, വയനാടിൻ്റെ അതിർത്തി പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. മറ്റൊരു മാപ്പ് കാണിക്കാം. ഇത് വയനാട്ടിലെ കൃത്യമായ കാട് അല്ലെങ്കിൽ കാടുമായി ചുറ്റപ്പെട്ട വയനാടിൻ്റെ ഒരു ചിത്രം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. പലരും ചോദിക്കാറുണ്ട്, വയനാട്ടിൽ എന്താ ഇത്രത്തോളം വന്യജീവി ആക്രമണങ്ങളും വന്യജീവി പ്രശ്നങ്ങളും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? വയനാടിൻ്റെ കൃത്യമായ ഭൂപരിസരം, വയനാടിൻ്റെ പ്രത്യേകത, കാടുമായി എത്രത്തോളം വയനാട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നൊക്കെ അറിയാത്തതിൻ്റെ പേരിലാണ് പലപ്പോഴും അത്തരം ചോദ്യങ്ങൾ ഉയർന്നു വരാറുള്ളത്. അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയുള്ള ഒരു ചെറിയ അറിവിലേക്ക് വേണ്ടിയാണ് ഞാൻ ഈ മാപ്പ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നമുക്കറിയാം, ഇവിടെ ഈ മാപ്പിൽ കൃത്യമായി സൂക്ഷിച്ചു നോക്കിയാൽ പച്ച അടയാളപ്പെടുത്തിയ ഭാഗങ്ങളൊക്കെ പിന്നെ ഫോറസ്റ്റുകളായി, റിസർവ് ഫോറസ്റ്റുകളായ, ഫോറസ്റ്റുകളായി മാറ്റപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. ചെറിയ ഈ വയനാട് എന്ന് പറയുന്ന ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളൊക്കെ നിങ്ങൾ നോക്കൂ. പിന്നെ കൃത്യമായി എത്രത്തോളം വനാതിർത്തികളുണ്ട് എന്ന്, ചുറ്റുപാടും എന്ന് തന്നെ പറയാം. വയനാട് എന്ന് പറയുന്നത് തന്നെ വനങ്ങളാൽ ചുറ്റപ്പെട്ട പ്രദേശം എന്നർത്ഥത്തിൽ വനനാട് പിന്നീട് വയനാടായി എന്നൊക്കെയുള്ള അഭിപ്രായമുണ്ട്. ഏതായാലും വനങ്ങൾ തന്നെയാണ് ചുറ്റുഭാഗങ്ങളിലും ഉള്ളത് എന്ന് കൃത്യമായി ഈ മാപ്പ് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. ഇതിൽ നമുക്ക് നോക്കിയാൽ അറിയാം, മുത്തങ്ങ റേഞ്ച് വന്യജീവി സങ്കേതം ആയി മാറ്റപ്പെട്ടിട്ടുള്ള, വയനാട്ടിലെ ടൂറിസ്റ്റുകളുടെ പോലും പ്രധാന ഒരു ഇടമായി മാറിയ മുത്തങ്ങ വന്യജീവി സങ്കേതം, വയനാട് വന്യജീവി സങ്കേതം നിരവധി വന്യജീവികളാൽ സമ്പന്നമാണ്. അവിടെ പുലികളുണ്ട്, കാട്ടാനകളുണ്ട്. കേരളത്തിൽ ഒരിടത്തും കാണാത്ത വന്യജീവി സമ്പത്തുള്ള ഒരു പ്രദേശമാണ് വയനാട്ടിലെ ഈ റിസർവ് ഫോറസ്റ്റുകളൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെയാണ് വിദേശികൾക്ക് ഇങ്ങോട്ട് വരാൻ വലിയ ഇഷ്ടവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കൂ, പിന്നെ വയനാട് വന്യജീവി സങ്കേതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സുൽത്താൻ ബത്തേരി ഭാഗത്തുള്ള കാടുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തോൽപ്പെട്ടി റേഞ്ച്, ബേഗൂർ റേഞ്ച്, അങ്ങനെ ഇത് പെരിയാർ റേഞ്ച്, പിന്നെ പെരുവണ്ണാമൊഴി റേഞ്ച് ഒക്കെ തുടങ്ങി വയനാടിൻ്റെ ചുറ്റും ഈ പച്ച കാണുന്നതൊക്കെ കാടാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, വയനാട് എന്ന് പറയുന്ന പ്രദേശം കാടുകളാൽ ചുറ്റപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം വന്യജീവി ആക്രമണങ്ങൾ ഓരോ വർഷവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, വലിയ വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നത്, കോലാഹലങ്ങൾ ഉണ്ടാകുന്നത്. ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് എന്താണ് നിങ്ങളുടെ അറിവിലേക്കായി പങ്കുവെക്കാം. പഞ്ചാരക്കൊല്ലി എന്ന് പറയുന്ന മാനന്തവാടി ഭാഗത്തുള്ള ഒരു പ്രദേശം, ആ പ്രദേശം പിന്നെ ഫോറസ്റ്റുകളോട് അടുത്ത പ്രദേശമാണ്. അവിടെയാണ് രാധ എന്ന് പറയുന്ന സ്ത്രീ ഈ ജനുവരി 24
കടുവയാൽ ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെട്ടത്. അത് ആ സ്ത്രീയുടെ ബോഡി കണ്ടവർ പറയുന്നത് ഏകദേശം കഴുത്തിൻ്റെ ഭാഗവും മറ്റുമൊക്കെ പൂർണ്ണമായും കടുവ തിന്ന നിലയിലായിരുന്നു അവരുടെ ജഡം കണ്ടെത്തിയത് എന്നാണ്. വനത്തിനോട് ചേർന്ന് ഏകദേശം വനഭാഗത്ത് തന്നെയാണ് സ്ത്രീയുടെ ജഡം കണ്ടെത്തിയത്. ജനവാസ മേഖലയിൽ നിന്ന് 100 മീറ്റർ അകലെയുള്ള സ്ഥലത്ത്. അവരെന്തോ ആ ഭാഗത്ത് പയറോ കാപ്പിയോ മറ്റോ പറിക്കാൻ വേണ്ടി അതിൻ്റെ ഒരു കുറുക്കു വഴിയിലൂടെ കടന്നതായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. വളരെ വലിയ വിവാദങ്ങളുണ്ടായി. വനമന്ത്രി സന്ദർശിക്കാൻ വന്നപ്പോൾ ജനങ്ങൾ തടഞ്ഞു. അങ്ങനെയൊക്കെ ഒരുപാട് ന്യൂസുകൾ നമ്മൾ കേട്ടു. അതിനിടെ കടുവയെ പിടിക്കാൻ പോയ RRT സംഘത്തിലെ ജയസൂര്യ എന്ന് പറയുന്ന ആ സേനാ അംഗത്തിനെ കടുവ ആക്രമിച്ചു. ഷീൽഡ് കൊണ്ട് തടഞ്ഞതുകൊണ്ട് ഒരു ചെറിയ പോറൽ മാത്രം അദ്ദേഹത്തിന് നേരിട്ടിട്ടുള്ളൂ. അദ്ദേഹം ആശുപത്രിയിലായി. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടന്നു. ഒടുവിൽ ഇന്നലെ 2 ദിവസങ്ങൾക്ക് മുമ്പ് ആ കടുവയുടെ ജഡം ചത്ത നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു നോക്കുമ്പോൾ രാധ എന്ന് പറയുന്ന സ്ത്രീയുടെ വസ്ത്രത്തിൻ്റെ അംശങ്ങളും അതേപോലെ കമ്മലും ഒക്കെ ആ കടുവയുടെ വയറ്റിൽ നിന്ന് കിട്ടിയതോടുകൂടി ആ കടുവ തന്നെയാണ് രാധയെ കൊന്നത് എന്നത് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ കടുവ എങ്ങനെ ചത്തു എന്നത് ഇപ്പോഴും ഒരു അറിയപ്പെടാത്ത ഒരു രഹസ്യമായി നിലനിൽക്കുകയാണ്. കൂടുതൽ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ വിവാദങ്ങളൊക്കെ കെട്ടടങ്ങുമ്പോഴും വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പശുക്കിടാവിനെ കടുവ കടിച്ചു എന്ന വാർത്തകൾ വരുന്നു. റാട്ടക്കൊല്ലി എസ്റ്റേറ്റിൽ അഥവാ മുട്ടിൽ മലയിൽ ഒരു യുവാവ് ഒരു എസ്റ്റേറ്റ് തൊഴിലാളിയെ പുലി ആക്രമിക്കുന്നു. അയാൾ ഇതേപോലെ നിസ്സാരമായ പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ വരുന്നു. വിനീത് എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹത്തിൻ്റെ വിവരണങ്ങളൊക്കെ നമ്മൾ മാധ്യമങ്ങളിൽ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. കുറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പാണ് കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടത്. അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഏകദേശം ഈ വയനാടിൻ്റെ ചുറ്റുഭാഗങ്ങളിൽ ഒരു വന്യജീവി സങ്കേതം എന്ന നിലക്ക്, അല്ലെങ്കിൽ ഈ അടുത്ത കാലത്താണ് വയനാട് എന്ന് പറയുന്നത് ടൈഗർ അല്ലെങ്കിൽ കടുവകളുടെ ആവാസ കേന്ദ്രമാക്കി മാറ്റണം എന്ന് പറയുന്ന ചർച്ചകൾ പോലും നടന്നിട്ടുള്ളത്. ഇനി നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ വയനാട്ടിലുണ്ടായ ഇത്തരം ആക്രമണങ്ങളുടെ ഒരു കണക്കെടുത്ത് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ഇതിൻ്റെ ഭീതി എത്രത്തോളമുണ്ട്, ഇതിൻ്റെ ആക്കം എത്രത്തോളമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നാഗർഹോള, അതേപോലെ ബന്ദിപ്പൂർ, മുതുമലൈ തുടങ്ങിയിട്ടുള്ള വന്യജീവി സങ്കേതങ്ങൾ കേരളവുമായി അതിർത്തി പങ്കിടുന്നു എന്നതുകൊണ്ട് തന്നെ കേരളത്തിൽ എവിടെയും ഇല്ലാത്ത വിധം വയനാട് ജില്ലയിൽ വന്യജീവി ആക്രമണങ്ങൾ കഴിഞ്ഞ 15 വർഷങ്ങളിൽ ഏകദേശം 2008 മുതൽ 2022 വരെയുള്ള കണക്കുകളാണ് ഇപ്പോൾ ഉള്ളത്. അതനുസരിച്ച് വയനാട് ജില്ലയിൽ മാത്രം 23 പേരാണ് വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഈ 23 എന്ന് പറയുന്നത് ഒരു ചെറിയ സംഖ്യയാണോ? നമ്മൾ ആലോചിക്കും. ഓരോ വർഷവും നമ്മളിങ്ങനെ ന്യൂസ് കേട്ട് വരികയാണ്. വർഷത്തിൽ 1-2 പേരിങ്ങനെ മരണപ്പെടുകയാണ്. മനുഷ്യ ജീവനുകളല്ലേ ഇത്? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒരാളോ 2 ആളോ അല്ലെങ്കിൽ 10 ആളോ 23 പേരോ എന്ന കണക്കല്ല. ഒരാളാണെങ്കിലും അത് നമ്മുടെ സഹോദരങ്ങളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനുഷ്യ ജീവനുകളാണ്. ഇവിടെ ജീവിക്കാൻ അവകാശമുള്ള നമ്മെപ്പോലെ ഇവിടുത്തെ എല്ലാ സങ്കേതങ്ങളും ഉപയോഗിക്കാൻ അർഹതയുള്ള ആളുകളാണ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ ചെയ്ത കാരണം കൊണ്ടല്ല, അവർ ചെയ്ത എന്തെങ്കിലും തെറ്റുകൾ കൊണ്ടല്ല. മാത്രമല്ല, ഈ 2008-2022 കാലയളവിൽ ഇവിടെ 99 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് കണക്കുകൾ പറയുന്നുണ്ട്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവൻ പോവുക എന്നത് മാത്രമല്ലല്ലോ, അതിനെപ്പോലെ പ്രധാനമാണ് അവരുടെ സാമ്പത്തിക നില. അല്ലെങ്കിൽ അവർ അധിക പേരും കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ജനങ്ങളെ വയനാട്ടിൽ കാണാൻ കഴിയും. രാവിലെ തന്നെ പശുവിനെ കറന്ന് പാല് ദൂരങ്ങളിൽ കൊണ്ടുപോയി വിറ്റ് ഉപജീവനം നടത്തുന്ന ധാരാളം ആളുകൾ വയനാട് ജില്ലയിലുണ്ട്. റബ്ബർ കർഷകരുണ്ട്. മറ്റുള്ള കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ട പശുക്കളെ ആടുകളെയൊക്കെ നോക്കി ജീവിതമാർഗം കണ്ടെത്തുന്ന ധാരാളം പേര് വയനാട്ടിലുണ്ട്. അവരെയും കൂടി പരിഗണിക്കുമ്പോൾ അവർക്ക് സംഭവിച്ച നാശനഷ്ടങ്ങളുടെ കണക്കെടുക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുക. 1977 കേസുകൾ വിളനാശത്തിൻ്റെത് മാത്രമായി ഈ കാലയളവിൽ 2022 വരെയുള്ള കാലയളവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ 997 അവരുടെ
പിന്നെ പശുക്കിടാവിനെ കൊന്നതോ അല്ലെങ്കിൽ അവർ ഉപജീവനമായി ഉപയോഗിക്കുന്ന അവരുടെ മൃഗങ്ങളെ കൊന്നതുമായി ബന്ധപ്പെട്ടതാണ്. 238 എണ്ണം കേസുകൾ അവരുടെ മറ്റ് വസ്തുക്കൾ വീടായിട്ടും അല്ലെങ്കിൽ അവരുടെ പശുത്തൊഴുത്തായിട്ടും അങ്ങനെയുള്ള അവർ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് ഉണ്ടാക്കിയെടുത്ത വിയർപ്പ് നീരാക്കി അധ്വാനിച്ചുണ്ടാക്കിയ അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളുടെ നാശനഷ്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കണക്കാണ്. അങ്ങനെ ധാരാളം നഷ്ടങ്ങൾ സംഭവിക്കുന്ന ഒരു ജനതയായി വയനാടൻ ജനത മാറുകയാണ്. പ്രത്യേകിച്ച് മലയോര ഭാഗങ്ങളിൽ താമസിക്കുന്ന, ഫോറസ്റ്റുമായി അതിർത്തികൾ പങ്കിടുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ ജീവൻ ഏത് നിമിഷവും നഷ്ടപ്പെടാമെന്ന് പറയുന്ന ഒരവസ്ഥയിലാണ്. വർഷത്തിൽ 3 ആൾ മരിക്കുക. 2015, 2018, 2019 വർഷങ്ങളിൽ 3 ആളുകൾ വീതം വയനാട്ടിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ. ഇങ്ങനെ പുലികളുടെയും കടുവകളുടെയും കാട്ടാനകളുടെയും മറ്റപൂർവം ജീവജാലങ്ങളുടെയും വംശനാശം സംഭവിക്കുന്ന പല പക്ഷികളുടെയും ഒക്കെ ആവാസ കേന്ദ്രമായി വയനാട് വിലസുമ്പോഴും ടൂറിസ്റ്റുകളുടെ പ്രധാന ആകർഷണ കേന്ദ്രമായി വളരുമ്പോഴും ഇവിടെ ജീവിക്കുന്ന മനുഷ്യന് ആശങ്കയുടെ നാളുകളാണ് ഈ നാട് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്, ഈ അവസ്ഥ സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളൊക്കെ വളരെയധികം ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ആരെങ്കിലുമൊക്കെ മരിക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആക്രമിക്കപ്പെടുമ്പോൾ ഒരു വിരുന്നുകാരെ പോലെ ഇവിടെ ജനപ്രതിനിധികൾ വരികയാണ്. MP ആയാലും MLA ആയാലും മന്ത്രി ആയാലും അവരൊക്കെ വന്നു പോവും, കുറേ പൈസ ഇവിടെ വിതരണം ചെയ്യും. പക്ഷേ നഷ്ടപ്പെട്ടു പോയ ജീവനുകൾക്കൊന്നും പകരം നൽകാൻ കഴിയില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഒരു വയനാട്ടുകാരൻ എന്ന നിലക്ക്, ഈ ആശങ്കകളുടെ നടുവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലക്ക് എനിക്ക് പറയാനുള്ളത്, ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് വയനാട്ടുകാരുടെ ആശങ്ക അകറ്റുക എന്നത് തന്നെയാണ്. അതിന് വേണ്ട കൃത്യമായ നടപടികൾ, പ്ലാനുകൾ, ആക്ഷൻ പ്ലാനുകൾ എന്തുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് സർക്കാരുകളൊന്നും നടപ്പിലാക്കാത്തത്? എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ അനൗൺസ്മെൻറ്റുകൾ, പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും. പിന്നീട് അതിനെക്കുറിച്ച് യാതൊരു അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളും കാണുന്നില്ല എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പോരായ്മയായി എണ്ണപ്പെടുന്നത്. വനങ്ങളും മനുഷ്യർ ജീവിക്കുന്ന ഇടങ്ങളും തമ്മിൽ കൃത്യമായ വേർതിരിവുകൾ ഉണ്ടാവണം. കൃത്യമായ മതിലുകളും കൃത്യമായ വേലികളും കൊണ്ട് അത് മാറ്റപ്പെട്ടതാവണം. വന്യജീവികൾക്ക് ജനവാസ മേഖലയിലേക്ക് കടന്നു വരാൻ കഴിയാത്ത വിധമാകണം. മനുഷ്യർക്ക് വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയിലേക്ക് കടന്നു കയറാൻ ഒരു ഇടം ഒരുക്കാത്ത നിലയിലാവണം അതിൻ്റെ സംരക്ഷണം. അതിന് നമ്മുടെ പോലീസുകാരും നമ്മുടെ ഈ വ്യവസ്ഥകളും സംവിധാനങ്ങളും ഒക്കെ ഉണർന്ന് പ്രവർത്തിക്കണം. ശക്തമായ സംവിധാനങ്ങൾ വേണം. ഞാൻ പറയുന്നത്, നമ്മൾ തന്നെ അതിനെക്കുറിച്ചൊരു ബോധവാന്മാരാകണം. വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയിലേക്ക് കടന്നു കയറാതിരിക്കാൻ നമ്മൾ മനുഷ്യർ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ള പല ജീവഹാനികളുടെയും ആക്രമണങ്ങളുടെയും ഒക്കെ ഒരു ഹിസ്റ്ററി എടുത്ത് പരിശോധിക്കുമ്പോൾ പലതും അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് മനുഷ്യൻ കടന്നു കയറിയതിൻ്റെ ഫലമാണ്. അവർ ജീവിക്കുന്ന ഇടങ്ങളിലേക്ക് കന്നുകാലികളെ കൊണ്ടുപോയി അവിടെ വിന്യസിച്ചതിൻ്റെ പേരിലാണ്. അപ്പം നമ്മളെവിടെ ഇതിനെയൊക്കെ പോറ്റും എന്ന് ചോദിച്ചാൽ അതിന് പരിഹാരം കാണേണ്ടത് ഇവിടുത്തെ ഗവൺമെൻറ്റുകളാണ്, ഇവിടുത്തെ അധികാരികളാണ്. അവർ അതിനു വേണ്ടിയുള്ള കൃത്യമായ ആക്ഷൻ പ്ലാനുകൾ കണ്ടെത്തണം. ഈ വനാതിർത്തിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് കൃത്യമായ വരുമാന മാർഗങ്ങൾ ഉണ്ടാകുന്ന രൂപത്തിലുള്ള ആക്ഷൻ പ്ലാനുകൾ ഉണ്ടാവണം. അവരുടെ കന്നുകാലികൾക്ക് സംരക്ഷണം ഒരുക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ ഉണ്ടാവണം. അതിന് ബൃഹത്തായ ഒരു ചർച്ച, ഒരു വലിയ ചർച്ച, അതിനൊരു വലിയ സംവിധാനം, അതിൻ്റെ മുന്നണി പോരാളികളായി ഇവിടുത്തെ ഗവൺമെൻറ്റുകൾ പ്രവർത്തിക്കുക. ആ നിലക്കൊക്കെ മുന്നോട്ട് പോയാൽ മാത്രമേ വരുന്ന ഭാവിയിലെങ്കിലും നമുക്ക് ഇവിടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്ത കേൾക്കാത്ത വിധം ശാന്തമായി ഈ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ. പാവപ്പെട്ട ജനങ്ങളാണ്. കാരണം ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റുകൾ സംഭവിച്ചാൽ വയനാട്ടിലെ ജനതയ്ക്ക് പോകാനുള്ളത് കോഴിക്കോടാണ്. നമുക്ക് കൃത്യമായ തിരക്കില്ലാത്ത, ട്രാഫിക്കുകളില്ലാത്ത ഒരു പാത കോഴിക്കോടുമായി ബന്ധിക്കുന്ന മറ്റു പാതകളില്ല. എത്രയോ കാലമായി ഒരു ബദൽ റോഡിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു, ഇതുവരെ നടപ്പിലായിട്ടില്ല. ജീവൻ കയ്യിൽ പിടിച്ച് ട്രാഫിക്കിനിടയിലൂടെ ചുരം താണ്ടി താമരശ്ശേരിയിലെത്തുമ്പോഴേക്കും ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന എത്രയോ വാർത്തകൾ നിരന്തരം നമ്മൾ കേട്ടുവരികയാണ്. ഇവിടെ നിന്നൊരു മനുഷ്യന് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് ഉണ്ടായാൽ കോഴിക്കോട് എത്താൻ കഴിയുന്നില്ല. അതിനു മുമ്പ് മനുഷ്യൻ മരിച്ചു പോകാൻ, എന്തെങ്കിലും പ്രസവത്തിലോ അതല്ലെങ്കിൽ മറ്റ് പാമ്പ് കടിയേറ്റോ അല്ലെങ്കിൽ വന്യജീവി ആക്രമണത്തിൽ പരിക്കേറ്റോ ഒരു അത്യാസന്ന നിലയിൽ ഒരു മനുഷ്യൻ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം നമ്മുടെ റോഡ് സംവിധാനം പോലും അത്രത്തോളം ശോചനീയമായൊരവസ്ഥയിലാണ് വയനാടൻ ജനത മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം അപര്യാപ്തതകൾക്ക് പേറിയാണ് വയനാടൻ ജനത ജീവിച്ചു കൊണ്ടിരിക്കുന്നത്.
അവിടെ അവർക്ക് ആശ്വാസമായി വേണ്ടത് ഇവിടുത്തെ ഭരണാധികാരികളാണ്, ഇവിടുത്തെ സംവിധാനങ്ങളാണ്. ഞങ്ങളൊപ്പമുണ്ട്, നിങ്ങളുടെ നാടിൻ്റെ വികസനത്തിനായി ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് നെഞ്ചുറപ്പോടുകൂടി പറയാൻ കഴിയുന്ന അധികാരവർഗം ഇവിടെ ഉണ്ടായിത്തീരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇതിൻ്റെ ലിങ്കുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ പോലെ മറ്റുള്ള വീഡിയോകളും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഇനാബിൾ ചെയ്തു വെക്കുക. ഒരു ലൈക്ക് തരുന്നതിന് മറ്റു നഷ്ടങ്ങളൊന്നുമില്ലല്ലോ, അതുകൊണ്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഒരു ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇത്തരം വിഷയങ്ങളുമായി വീണ്ടും നമുക്ക് കാണാം. മറ്റൊരു വിഷയവുമായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.